കാണാൻ പറ്റും ഇതിൻ്റെ ചുമരിൽ കല്ലും പവിഴപ്പറ്റൊക്കെ വെച്ചേക്കുന്നത്. അപ്പോൾ അന്നത്തെ അത്രയും കാറ്റും ആ ഒരു തിരമാലകളൊക്കെ ഒരു അതിജീവിച്ച ബിൽഡിങ്ങുകളുടെ ബാക്കി ഭാഗങ്ങളാണിത്. ഇത് അന്നുണ്ടായിരുന്ന ഒരു അമ്പലത്തിൻ്റെ ബാക്കി അവശിഷ്ടം കേട്ടോ ഗൈസ്. അപ്പോൾ നമ്മൾ ഈ കാണുന്നതാണ് പഴയ കാലത്തെ ധനുഷ്കോടി റെയിൽവേ സ്റ്റേഷൻ. ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ധനുഷ്കോടിയിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ധനുഷ്കോടിയിലെ വിശേഷങ്ങൾ കാണാം. അപ്പോൾ ഇപ്പോൾ നമ്മൾ രാമേശ്വരം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇങ്ങനെ ബസ് സ്റ്റോപ്പ് തേടി നടക്കുകയാണ് കേട്ടോ. അതുപോലെ തന്നെ ഓട്ടോക്കാരുടെ അടുത്ത് വഴി ചോദിക്കാനേ പാടില്ല, ബസ്സേ ഇല്ലെന്ന് അവർ പറയും കേട്ടോ. എന്തായാലും നമുക്കൊരു ബസ് പിടിക്കാം. തീർച്ചയായിട്ടും ബസ്സിൽ പോകുന്നത് തന്നെയാണ് ലാഭം. ബസ്സുണ്ട്, ഇപ്പം അരമണിക്കൂർ കൂടുന്തോറും ഇവിടുന്ന് ബസ്സുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ധനുഷ്കോടിയിലേക്ക് പോകാനുള്ള ബസ്സാണ് കേട്ടോ അതായി വരുന്നത്. ഇവിടെ ഓരോ അരമണിക്കൂർ കൂടുമ്പോഴും ധനുഷ്കോടിയിലേക്ക് ബസ്സുണ്ട് കേട്ടോ. 20 കിലോമീറ്റർ ആണെന്ന് പറഞ്ഞ്. അരിച്ചൽമുന എന്ന് പറയുന്ന സ്ഥലത്തെത്തിയിട്ടുണ്ട്. നമ്മുടെ ബസ് ഇവിടം വരെ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇവിടെ പ്രൈവറ്റ് ആയിട്ടുള്ള വലിയ വാഹനങ്ങൾക്കൊന്നും പെർമിഷൻ ഇല്ല. ഗവൺമെൻറ് ബസ്സുകളും അതുപോലെ തന്നെ പ്രൈവറ്റ് ആയിട്ടുള്ള ചെറിയ വാഹനങ്ങൾക്കും ഇവിടെ അലൗഡ് ഉള്ളൂ. അതുപോലെ തന്നെ വലിയ ബസ്സിലൊക്കെ വരുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ രാമേശ്വരത്ത് പാർക്ക് ചെയ്തിട്ട് ഈ വരുന്ന പോലുള്ള ടെമ്പോകളിലൊക്കെ അവരിവിടെ ഡ്രോപ്പ് ചെയ്ത് തരും. അവരെന്നിട്ട് ഇവിടെ ആക്കിയിട്ട് തിരിച്ചു പോവുക ചെയ്യുന്നത്. നമുക്ക് വരുന്ന സമയമാകുമ്പോൾ അവർ നമ്മളെ തിരിച്ചു വന്ന് വിളിക്കുക ചെയ്യുന്നത് കേട്ടോ. ഇതും 2017 നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഒരു ബീച്ച് ഇനാഗുറേറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ നോക്കുമ്പോൾ കാണാൻ പറ്റും ഒരു അശോക സ്തംഭത്തിൽ ഒരു സ്റ്റാച്ചു ഒക്കെ ചെയ്ത് വെച്ചേക്കുന്നത്. ഇത് ചെറിയൊരു ബീച്ച് കേട്ടോ. അപ്പോൾ ഇവിടെ നല്ല രീതിയിലൊരു തിരക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ കാല് കുത്താൻ സ്ഥലം കിട്ടത്തില്ല. ഇത് 1964 ധനുഷ്കോടിയിൽ നടന്ന ആ ഒരു ദുരന്തത്തിൽ ഈ ഒരു ഭാഗവും ദുരന്തത്തിൽ പെട്ടിട്ടുള്ള സ്ഥലമാണ് കേട്ടോ. അതുപോലെ തന്നെ ഈ അരിച്ചൽമുനയിൽ നിന്ന് ശ്രീലങ്ക വരെ 18 കിലോമീറ്റർ ആണ് കേട്ടോ ഉള്ളത്. അപ്പോൾ നമുക്ക് ചെറിയൊരു ബോട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ബോട്ടിൽ പോയി വരാവുന്ന ദൂരമേ ഉള്ളൂ. ഈ ഒരു ബീച്ച് മുഴുവൻ ഈ കച്ചവടക്കാരൊക്കെ ഇപ്പോൾ ചെയ്തേക്കുവാണ് കേട്ടോ. നമ്മുടെ ഈ അരിച്ചൽമുന എന്ന് പറയുന്ന ഈ ഒരു ബീച്ചിൻ്റെ ഇതിപ്പോൾ ഒരു കടൽ ഭിത്തി കണക്ക് നിർമ്മിച്ചിരിക്കുന്ന ഒരു സംഭവം കേട്ടോ. അതിന് പുറത്ത് വരെ കച്ചവടമാണ്. കാരണം ഈ ഒരു റൗണ്ടിന് ചുറ്റാകെ ഇങ്ങനെ കച്ചവടക്കാരാട്ടോ. ഗൈസ്, എന്തായാലും നമ്മളിപ്പോൾ തിരിച്ച് ഗോസ്റ്റ് സിറ്റിയിലേക്ക് പോവുകയാണ്. അപ്പോൾ അരിച്ചൽമുനയിൽ ഈ ഒരു ബീച്ചും കാര്യങ്ങളൊക്കെ കാണാനായിട്ടുള്ളൂ, പ്രത്യേകിച്ച് വേറൊന്നുമില്ല. അപ്പോൾ എന്തായാലും നമുക്ക് ആ ഒരു ചുഴലിക്കാറ്റ് നശിച്ചു പോയ ആ ഒരു സിറ്റി ഒക്കെ നമുക്ക് കാണാം. കേസ് അപ്പോൾ 2 മഹാസമുദ്രങ്ങളുടെ ഇടയിലായിട്ടോ നമ്മളിപ്പോൾ ഉള്ളത്. ഈ കാണുന്നത് ഇന്ത്യൻ മഹാസമുദ്രവും അതുകൊണ്ട് തന്നെ ഈ കാണുന്നത് ബംഗാൾ ഉൾക്കടലും കേട്ടോ. അടിപൊളിയല്ലേ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ കോസ്റ്റ് സിറ്റി കാണാൻ വേണ്ടിയിട്ടാണ് വന്നത് നമ്മുടെ ധനുഷ്കോടിയിൽ. നല്ല വെയിലാവുന്നതിന് മുമ്പ് നമുക്ക് എന്തായാലും അവിടെ എത്തണം. ഇല്ലാന്നുണ്ടെങ്കിൽ വെയിൽ കൊണ്ട് നമ്മുടെ ഉപ്പോടെ വരും കേസ്. അപ്പോൾ നമ്മൾ ധനുഷ്കോടിയിൽ എത്തിയിട്ടുണ്ട്. നമ്മുടെ ഗോസ്റ്റ് സിറ്റി എന്നൊക്കെ പറയുന്ന സ്ഥലത്താണ് കേട്ടോ ഞാനിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ 2 സൈഡിലും ചെറിയ ചെറിയ കടകളും അതുകൊണ്ട് തന്നെ വീടുകളുമാണ്. ശരിക്കും ഈ ഒരു വീടിൻ്റെയൊക്കെ പുറകെ സൈഡിലായിട്ടാണ് ആ ഒരു അവശേഷിപ്പുകളൊക്കെ വരുന്നത് കേട്ടോ. നമ്മുടെ ആ പള്ളിയും റെയിൽവേ സ്റ്റേഷനും പോസ്റ്റ് ഓഫീസൊക്കെ വരുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് കാണാം. ശരിക്കും ടൂറിസ്റ്റുകളൊന്നും ഇല്ലായിരുന്നെങ്കിൽ പക്ഷേ ഇവിടെയുള്ള കടകളും അതുപോലെ തന്നെ ഇവിടെയുള്ള ആൾക്കാരുടെ താമസമൊന്നും ചിലപ്പോൾ കാണുന്നുണ്ടായിരുന്നില്ല. ഫിഷിംഗ് ഉണ്ട് കേട്ടോ. ഫിഷിങ്ങിന് ബോട്ടൊക്കെ ഈ ഒരു കടപ്പുറത്ത് കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒരു സമയത്തൊരു വലിയ പ്രളയത്തിൽ ഇല്ലാണ്ടായിപ്പോയ ഒരു സ്ഥലവും കൂടിയാണിത് കേട്ടോ. ചുഴലിക്കാറ്റിൽ നശിച്ചു പോയൊരു പള്ളിയുടെ ഭാഗങ്ങളാണ് ഈ കാണുന്നത്. കേസ് അപ്പോൾ അന്ന് നശിച്ചു പോയിട്ട് ബാക്കി അവശേഷിക്കുന്ന സംഭവങ്ങളിൽ കുറച്ച് സംരക്ഷിക്കപ്പെടുന്ന ഒരു ഭാഗം കൂടിയാണ് കേട്ടോ ഇത്. അപ്പോൾ ഈ ഒരു പള്ളിയിൽ മാത്രം ഇങ്ങനെയുള്ളൊരു വേലി പോലുള്ള സംഭവങ്ങളൊക്കെ വെച്ചിട്ട് ഇത് സംരക്ഷിക്കപ്പെടുന്നുള്ളൂ കേട്ടോ. കഴിഞ്ഞ 1-2 വർഷത്തിന് മുന്നേക്ക് ഇങ്ങനൊരു സംഭവമൊന്നും ഇല്ലായിരുന്നു. ആർക്ക് വേണമെങ്കിലും ഇതിൻ്റെ ഉള്ളിൽ കയറാവുന്ന ഒരു അവസ്ഥയിലാണ് കേട്ടോ ഇതുണ്ടായിരുന്നത്. കേസ് അപ്പോൾ ഈ ഒരു പള്ളി നിർമ്മിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കല്ലുകളും അതുപോലെ തന്നെ പവിഴപ്പുറ്റുമൊക്കെ വെച്ചിട്ടാണ് ഈ ഒരു പള്ളി നിർമ്മിച്ചിരിക്കുന്നത്. നമുക്ക് കാണാൻ പറ്റും ഇതിൻ്റെ ചുമരിൽ കല്ലും പവിഴപ്പുറ്റുമൊക്കെ വെച്ചിരിക്കുന്നത്. ഈ കാണുന്നതാണ് നമ്മുടെ പള്ളിയിലെ അച്ഛന്മാരൊക്കെ കർമ്മങ്ങളൊക്കെ ചെയ്യുന്ന ഭാഗങ്ങളില്ലേ, അതാണ് ഈ ഒരു ഭാഗത്ത് കാണുന്നത് കേട്ടോ. അതിനൊന്നും വലിയ പ്രശ്നം പറ്റിയിട്ടില്ല. എന്നാൽ ഈ പള്ളിയുടെ ഒരു 50% ഭൂമിയുടെ അടിയിലാണ് കേട്ടോ. മണ്ണ് മൂടിക്കിടക്കുകയാണ്. ഇവിടുത്തെ അന്ന് പൊളിഞ്ഞുപോയ റെയിൽവേ ക്വാർട്ടേഴ്സുകളാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു 4-5 ക്വാർട്ടേഴ്സുകൾ ഇത് കണ്ട്
ഏകദേശം പകുതിയല്ല 90% പൊളിഞ്ഞു പോയ കുറേ ക്വാർട്ടേഴ്സുകൾ ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ റെയിൽവേ ട്രാക്ക് ഇവിടെ ഉണ്ട് കേട്ടോ. നമുക്ക് ആ റെയിൽവേ ട്രാക്ക് ഒന്ന് നോക്കാം. ഇത് പൂർണ്ണമായിട്ട് ഇതൊക്കെ മണ്ണിൻ്റെ അടിയിലാണ് ഇപ്പോൾ ഉള്ളത്. ശരിക്കും ഈ ഒരു പ്രദേശത്ത് മുഴുവനും വലിയ ഒരു ടൗൺഷിപ്പ് തന്നെ ഉണ്ടായിരുന്നെന്ന് പറയാം. ഗൈസ്, ഈ കാണുന്നത് ഇവിടുത്തെ ഈ കടൽ ഉൾവലിഞ്ഞപ്പോൾ കിട്ടിയ ഒരു ശിവലിംഗമാണ് കേട്ടോ. ഇവിടുത്തെ ആൾക്കാർ ഇവിടെ ഇപ്പോൾ ഒരു പ്രതിഷ്ഠയായിട്ട് ഇത് വെച്ചേക്കുവാണ്. ഗൈസ്, ഈ കാണുന്നത് ഒരു കിണറാട്ടോ. അപ്പോൾ നമ്മുടെ ധനുഷ്കോടിയിലെ കിണറൊക്കെ ഒരു പ്രത്യേകതയുണ്ട്. ഇവിടെ തൊട്ടടുത്താണ് കടലെങ്കിൽ പോലും ഇവിടുത്തെ കിണറുകളിൽ നിന്നും ഉപ്പുവെള്ളം കയറാറില്ല. നല്ല ശുദ്ധമായിട്ടുള്ള വെള്ളമെന്നാണ് പറയുന്നത്. ഇവിടെ ഒരു കിണറുണ്ട്. ഈ കാണുന്നത് എന്താണെന്ന് മനസ്സിലാവുന്നില്ല സംഭവം. എന്തായാലും ഇവിടെ ഉള്ളതിൽ മേൽക്കൂര ഉള്ള ഒരേ ഒരു സംഭവം ഇത് മാത്രമാണ് കേട്ടോ. ഇതെന്താണെന്ന് അറിയില്ല. മുകളിലൊരു ഓപ്പണിംഗ് ഒക്കെ ഉണ്ട്. ഇത് മനസ്സിലാവുന്നില്ല കേട്ടോ എന്താന്ന്. ഈ കാണുന്നത് അന്നത്തെ പോസ്റ്റ് ഓഫീസാണ്. അതുപോലെ തന്നെ ഈ കാണുന്നത് ഒരു ഹോസ്പിറ്റലിൻ്റെ അവശിഷ്ടമാണ് കേട്ടോ. ശരിക്കും ഈ ഒരു സ്ഥലത്തെ പണ്ട് അറിയപ്പെട്ടിരുന്നതെന്ന് പറഞ്ഞാൽ മിനി സിംഗപ്പൂർ എന്നാണ്. അത്രയ്ക്കും ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു സ്ഥലമായിരുന്നു ഇത്. നല്ല വെയിലും അതുപോലെ തന്നെ കാറ്റുമാണ് കേട്ടോ. കാറ്റെന്ന് പറഞ്ഞാൽ ഈ പൊടിക്കാറ്റാട്ടോ. ഈ മണൽ മുഴുവനും ഈ ഒരു കാറ്റെടുത്തുകൊണ്ട് വരികയാണ്. കണ്ണു തുറക്കാൻ വയ്യ. ഈ 1964 ഉണ്ടായിരുന്ന ആ ഒരു വലിയ ദുരന്തത്തിൻ്റെ അവശേഷിപ്പുകളാണ് കേട്ടോ ഇത്. അപ്പോൾ അന്നത്തെ അത്രയും കാറ്റും ആ ഒരു തിരമാലകളൊക്കെ ഒരു എന്താണ് അതിജീവിച്ച ബിൽഡിങ്ങുകളുടെ ബാക്കി ഭാഗങ്ങളാണിത്. കൊള്ളാമല്ലേ? ശരിക്കും ഇതൊരു ഗോസ്റ്റ് സിറ്റി തന്നെയാണ് കേട്ടോ. കാരണം ഇവിടെ അന്നത്തെ ആ ഒരു ദുരന്തത്തിൽ 1800 പേരോളം മരിച്ചെന്നാണ് പറയപ്പെടുന്നത്. അന്നുണ്ടായിരുന്ന എല്ലാ ബിൽഡിങ്ങുകളും നശിച്ചു പോയിട്ടുണ്ടെന്നാണ് ഇവിടെ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഗൈസ്, ഇത് അന്നുണ്ടായിരുന്ന ഒരു അമ്പലത്തിൻ്റെ ബാക്കി അവശിഷ്ടം കേട്ടോ. ശരിക്കും ഇത് ആ ഒരു അമ്പലത്തിൻ്റെ ഗോപുരമാണ്. ഈ അമ്പലത്തിൻ്റെ ബാക്കി മുഴുവനും താഴേക്കാണ്. അപ്പോൾ എന്തോരം ഹൈറ്റിലാണ് ഈ ഒരു മണ്ണ് ഇവിടെ അടിഞ്ഞു കൂടിയിട്ടുള്ള അന്ന് ആ ഒരു ദുരന്തത്തിൽ. ശരിക്കും എന്താ വലിയൊരു ഏരിയയിലുള്ള ഒരു വലിയ അമ്പലം കേട്ടോ ഇത്. ഇത് എന്തുവാ സംഭവം? ട്രെയിൻ പോലെ ഇരിക്കുന്നല്ലേ, പഴയ നമ്മുടെ കൽക്കരി എഞ്ചിൻ്റെ പോലെ ഇരിക്കുന്നുണ്ട്. മനസ്സിലാവുന്നില്ല ഇത് എന്താ സംഭവം. സ്റ്റോർ റൂം ആയിരിക്കാനാണ് ചാൻസ് എനിക്ക് തോന്നുന്നത് പോലെ. കാരണം ബാക്കി ഫുൾ കവർ ചെയ്ത് വെച്ചിട്ട് അതിൻ്റെ ഡോർ ഭാഗം മാത്രമേ ഓപ്പൺ ആയിട്ടുള്ളൂ. എനിക്ക് തോന്നുന്നു സ്റ്റോർ റൂം ആയിരിക്കാം. ഗൈസ്, ഇത് മറ്റൊരു ബിൽഡിംഗ് ആണ്. ശരിക്കും ഇത് ബ്രിട്ടീഷുകാരാണ് നിർമ്മിച്ചിട്ടുള്ളതെങ്കിൽ അവരുടെ ഈ തൂണുകളും അതുപോലെ തന്നെ അവരുടെ ഈ ഫൗണ്ടേഷനൊന്നും ഇനിയിപ്പോൾ എന്ത് സംഭവിച്ചാലും അതില്ലാതാവില്ല കേട്ടോ. നമ്മളെ എവിടെ നോക്കിയാലും നമുക്കത് അറിയാൻ പറ്റും. അവരുടെ ഒരു ബിൽഡിങ്ങിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും നശിക്കാത്ത തൂണുകളും അവരുടെ ഫൗണ്ടേഷനാണ് കേട്ടോ. നമ്മൾ എവിടെ നോക്കിയാലും, നമ്മൾ ഏതൊരു ഹിസ്റ്റോറിക്കൽ സൈറ്റിൽ പോയാലും ആ സംഭവങ്ങളൊക്കെ അതുപോലെ തന്നെ നിൽക്കും കേട്ടോ. അതിൻ്റെ മേൽക്കൂരയൊക്കെ ഇടിഞ്ഞു പോയാലും കേട്ടോ. നോക്കേ, എത്ര ദുരന്തം വന്നാൽ നോക്ക്, എന്നിട്ട് പോലും ആ തൂണൊക്കെ ഫൗണ്ടേഷനൊന്നും ഇവിടെയുള്ള ഒരു സ്ഥലത്തും ഒന്നും പറ്റിയിട്ടില്ല. ആ തൂണുകളൊക്കെ അതുപോലെ തന്നെ ഉണ്ട്. ഇവിടെ കാണുന്നത് പ്ലാസ്റ്റിക് ഗ്രാനുൾസ് കേട്ടോ. നമ്മുടെ കേരളത്തിൽ ഈ ഇടയ്ക്കൊരു കപ്പലപകടം നടന്നിട്ട് നമ്മളെ കരയിലൊക്കെ ഇതുപോലെ അടിഞ്ഞു കൂടിയിട്ടുണ്ടായിരുന്നില്ലേ, അതുപോലെ എന്തോ സംഭവം കേട്ടോ. നമുക്ക് ഒന്നുകൂടി കിടക്കുകയാണ് പല പല സൈഡിലായിട്ട്. ഗൈസ്, അപ്പോൾ നമ്മൾ ഈ കാണുന്നതാണ് പഴയ കാലത്തെ ധനുഷ്കോടി റെയിൽവേ സ്റ്റേഷൻ. അതുപോലെ തന്നെ നമ്മുടെ വാട്ടർ ടാങ്കിൻ്റെ അവശിഷ്ടങ്ങളൊക്കെയാണ് ഇത് കേട്ടോ. നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ശരിക്കും ഈ ബ്രിട്ടീഷുകാരുടെ തൂണൊരു സംഭവമാണ്. ശരിക്കും ഒരു ചരിത്ര സ്മാരകമായിട്ട് സംരക്ഷിക്കേണ്ട സ്ഥലമാണ് കേട്ടോ. ഒക്കെ മുഴുവൻ വീടുകളും കാര്യങ്ങളൊക്കെ ആയിട്ടോ. അതിൻ്റെ നടുക്ക് ഒരു ചെറിയ പോർഷൻ മാത്രമായിട്ട് ഇപ്പോൾ ഇത് അവശേഷിക്കുകയാണ്. ഒരു രക്ഷയിൽ എന്തോരം ഹൈറ്റിലാണ് ഈ ഒരു തൂണുകൾ നിൽക്കുന്നതെന്ന് അറിയാമോ? കേസ് അപ്പോൾ ഏകദേശം 90% ഭൂമിയുടെ അടിയിലുള്ള ഒരു ടൗൺഷിപ്പിൻ്റെ അവശേഷിപ്പുകളാണ് നമ്മൾ ഇത്ര നേരം കണ്ടത്. അപ്പോൾ നമ്മൾ ഏകദേശം ഒരുവിധമുള്ള എല്ലാ സ്ഥലങ്ങളും ഈ ഒരു ധനുഷ്കോടിയിൽ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇവിടെ നല്ല വെയിലായിട്ട് വരികയാണ്. അപ്പോൾ ഇനി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ കരിഞ്ഞു പോകും. അപ്പോൾ ആരെങ്കിലും വരാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഒരു 8 മണിയൊക്കെ ആകുമ്പോൾ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ വെയിലൊന്നും ഇല്ലാതെ അത്യാവശ്യം നല്ലതാണ് കാണാം. ഇല്ലെങ്കിൽ ചൂടും അതുകൊണ്ടൊക്കെ നല്ല പൊടിക്കാറ്റുമാണ് കേട്ടോ. ഈ മണ്ണൊക്കെ വന്നിങ്ങനെ എന്താണ് വലിയ കല്ലിടിക്കുന്ന വേദനയൊക്കെ ചെറിയ മണ്ടരി ഇടിച്ചാൽ പോലും സത്യം. അപ്പോൾ ഈ വീഡിയോ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് മറ്റൊരു സ്ഥലത്തെ വിശേഷമായിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.